ഹരേ രാമ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് 15-ാം ഭാഗം, രാമായണം 15-ാം ഭാഗം വ്യാഖ്യാനം കേൾക്കാം. കഴിഞ്ഞ 14-ാം ഭാഗം നമ്മൾ വിവരിച്ചത് ശബരിയുടെ ആശ്രമമായ ആ മതങ്കാശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കബന്ധന്റെ നിർദ്ദേശമനുസരിച്ച്, കബന്ധന് മോക്ഷം കിട്ടിയതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് മതങ്കാശ്രമത്തിൽ ശബരി എന്ന ഒരു ഭഗവാന്റെ വരവും കാത്ത് ദേഹത്യാഗം ചെയ്ത് മുക്തി നേടുവാൻ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് ചെല്ലൂ. അങ്ങയുടെ പതിവ്രതയായ പത്നി എവിടെയാണെന്നും ഉള്ള വിവരവും ആ പത്നിയെ നേടിയെടുക്കുവാൻ, ദേവിയെ നേടിയെടുക്കുവാൻ എന്തൊക്കെയാണ് അതിന് മാർഗമെന്നൊക്കെ ശബരി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കബന്ധൻ യക്ഷലോകത്തേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ശബരിയാശ്രമ പ്രവേശം നമുക്ക് നോക്കാം. അതായത് ആരണ്യകാന്ഡം അവസാന ഭാഗമാണ്. അപ്പോൾ അതിനുശേഷം കിഷ്കിന്ധാകാന്ഡമാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഓരോ കാണ്ഡവും എന്ന് പറയുന്നത് ശരിക്കും ഭക്തിയുടെ ബാലകാന്ഡം മുതൽ, അതായത് ഭക്തിയുടെ ബാല്യരൂപം മുതൽ നമ്മൾ ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് വന്നിട്ട്, അതായത് ഒരേ ലെവലിലേക്ക് ഭക്തി ഇങ്ങനെ ഉയർത്തി വന്നിട്ട് ഈ ആരണ്യകാന്ഡത്തിൻ്റെ അവസാനമാകുമ്പോൾ, ആരണ്യകാന്ഡം എന്ന് വെച്ചാൽ സീതാരാമ ലക്ഷ്മണ കുമാരന്മാർ അനുഭവിച്ച തീക്ഷ്ണമായ കഠിനമായ യാത്രയുടെ ഒരു പരിച്ഛേദമാണ്. അത് തന്നെയാണ് ഭക്തരായ നാം ഓരോരുത്തരും ഭക്തിയിലേക്ക് വരുമ്പോൾ. അതിനു മുമ്പ് നമുക്ക് പരീക്ഷണങ്ങളൊന്നുമില്ല. സാധാരണ ഭക്തി എന്താണെന്നോ ഈശ്വരൻ എന്താണെന്നോ അറിയാതെ ജീവിക്കുന്നവർക്ക് യാതൊരു പരീക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അവർ ഭൗതികത്തിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുന്നു. അതായത് ഈശ്വരനെ അറിഞ്ഞ് വരാനുള്ള ഒരു വഴിയിലേക്ക്, വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നിരവധി പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളെ നേരിട്ട് അതിജീവിച്ച് സധൈര്യം മുന്നോട്ട് പോകുവാൻ ആരാണോ മുന്നിട്ടിറങ്ങുന്നത്, മാർഗമധ്യേ പല തടസ്സങ്ങളും വരുമ്പോഴും പിന്തിരിഞ്ഞു പോകാൻ ധാരാളം ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോഴൊക്കെ നമ്മൾ പോകാതെ ഇതുതന്നെയാണ് എൻ്റെ വഴി, ഇതുതന്നെയാണ് ഏക മാർഗമെന്ന് പിന്തുടർന്ന് ആ വഴിയെ തന്നെ സഞ്ചരിക്കുന്നവരാരുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ മുക്തിപദത്തിലേക്ക് എത്തിച്ചേരുക. വഴിയിൽ കാണുന്ന ധാരാളം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഒക്കെ അനുഭവിച്ച പോലെ ധാരാളം ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കലികാലത്തിൽ നമ്മുടെ ജീവിത ക്ലേശങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ക്ലേശങ്ങൾക്ക് പരിഹാരമായി ഭഗവാനെ വിളിക്കുന്നവർക്ക് ഉടനടി ഒരു പരിഹാരവും ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര കഠിനമായ പരീക്ഷണങ്ങൾ വന്നാലും തളർച്ചകൾ വന്നാലും അതെല്ലാം ഭഗവാനെ കൂടുതൽ വിളിക്കുവാനുള്ള ഒരു അവസരമായിട്ട് കണ്ടിട്ട്, ഭഗവാനെ ഇത് നന്നായി എന്ന് പറയാനൊരവസരം ഒരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അങ്ങ് അതിജീവിച്ച് ഓരോ ലെവലായിട്ട് മുന്നോട്ട് ചവിട്ടി അവസാന ഭാഗം വരെ എത്തും. നമ്മൾ ഒരു 10 പടി കയറിയിട്ട് 5 പടി താഴോട്ട് ഇറങ്ങി പോകുന്ന അവസ്ഥ വരരുത്. അപ്പോൾ ഈ ആരണ്യകാന്ഡം സമാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിയായ മുക്തിപദത്തിലേക്ക് ഈ രാമായണം ശരിക്കും മനസ്സിലാക്കി തത്വമറിഞ്ഞ് വായിക്കുന്നവർ ആ മുക്തിപദത്തിലേക്ക് എത്തുവാനുള്ള ഒരു വെമ്പൽ കൊള്ളുന്ന ഒരു ആത്മാക്കളായി മാറും. അപ്പോൾ ശബരി എന്ന് പറയുന്ന, അതായത് മാതങ്കാശ്രമത്തിൽ ശബരിയുടെ സന്നിധിയിലേക്ക് രാമലക്ഷ്മണന്മാരെത്തുകയാണ്. അങ്ങനെ ആ മനോഹരമായ ചാരുതയാർന്ന ആ ശബരിയാശ്രമത്തിലേക്ക് രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും എത്തിയപ്പോൾ സന്തോഷത്തോടുകൂടിയുള്ള ആ പൂർണ്ണമായ ആനന്ദം, അതും ആ രൂപം കാണാൻ എത്ര കാലം കൊണ്ട് കൊതിച്ചിരിക്കുകയാണ് ശബരി. അപ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട്, ഇത് സത്യമാണോ ഞാൻ ഈ കാണുന്നത്? ഞാൻ ആഗ്രഹിച്ച രൂപം, ഞാൻ ഇതുവരെയും ധ്യാനിച്ച ആള് ഇതാ എൻ്റെ മുന്നിൽ ഇങ്ങനെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ വരുന്നു എന്ന് കണ്ടിട്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പാദപൂജകളെല്ലാം കഴിയിച്ച് ഭഗവാനെ അകത്തേക്ക് ഇരുത്തി അഭിഷേകം കഴിച്ചിട്ട് ഭോജനത്തിന് വേണ്ടുന്ന ഫലമൂലങ്ങളെല്ലാം നൽകി അങ്ങനെ പൂജയും എല്ലാം കഴിച്ചതിന് ശേഷം രാമചന്ദ്രനോടും അനുജനോടും
വളരെ ഭക്തി പൂണ്ട് തൊഴുത് പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിന് ഞാൻ വളരെ ധന്യയായി, ഞാൻ വളരെ പുണ്യ ആത്മാവായി മാറി. എൻ്റെ ഗുരുഭൂതന്മാരായിട്ടുള്ള മുനിജനങ്ങൾ അനേകം കാലം അങ്ങയെയും പൂജിച്ചുകൊണ്ട് 1000 ആണ്ടുകൾ കഴിഞ്ഞവരാണ്. പക്ഷേ അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതായിരുന്നു. പിന്നെ അവർ പോയി പരബ്രഹ്മ പദം പ്രാപിച്ചു. എന്നിരുന്നാലും അങ്ങയുടെ രൂപം കാണാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ സമാധിയായി ദേഹത്യാഗത്തിലൂടെ ഞങ്ങൾ പോവുകയാണ്, നീ ഇവിടെ തന്നെ വസിക്കുക. സാക്ഷാൽ പരംപുരുഷൻ പരമാത്മാവ് രാക്ഷസ വധത്തിനായിട്ട് ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ഈ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ആശ്രമ കവാടത്തിലൂടെ കടന്നു വരും. അപ്പോൾ അവർ ചിത്രകൂടത്തിൽ എത്തിയതിനു ശേഷം ഇവിടേക്ക് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ട്, ശ്രീരാമചന്ദ്രനെ കണ്ടതിന് ശേഷം ദേഹത്യാഗവും ചെയ്ത് മോക്ഷം നിനക്ക് ലഭിക്കും എന്ന് ഗുരുക്കന്മാരെന്നെ ഉപദേശിച്ചിട്ട് അവർ മഹർലോകത്തേക്ക് പോയി. അങ്ങനെ നിന്തിരുവടിയുടെ ആ വരവും പാർത്ത് അങ്ങയെ തന്നെ ധ്യാനിച്ച് വസിക്കുകയായിരുന്നു ഇത്രയും കാലം. അങ്ങയുടെ ഈ ശ്രീപദം കണ്ടുകൊള്ളുവാൻ വേണ്ടി എൻ്റെ ഗുരുഭൂതന്മാരായ താപസന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ആ ഭാഗ്യം, ആ യോഗം എനിക്ക് വന്നല്ലോ ഭഗവാനെ. അതും ഞാനോ എൻ്റെ ഗുരുക്കന്മാരെ, ഇവിടെയുള്ള ഈ ആശ്രമത്തിൽ, മതങ്കാശ്രമത്തിലെ ഗുരുക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ജ്ഞാനമില്ലാത്തവളാണ്. എനിക്കാണെങ്കിൽ ഒരു വാക്കും അങ്ങയെക്കുറിച്ച് മഹത്വമുള്ള ഒരു വാക്കുപോലും പറയാൻ അറിവില്ലാത്ത ഹീനജാതിയിലുള്ളൊരു മൂഢയാണ് ഞാൻ. എന്നിട്ടും എനിക്ക് അങ്ങയെ കാണാനുള്ള അധികാരം കിട്ടിയല്ലോ ഭഗവാനെ. അങ്ങനെ അങ്ങയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സ്തുതിക്കാൻ പോലും എനിക്ക് ഒരു അറിവില്ല, എനിക്ക് ഒരു ജ്ഞാനവുമില്ല. അങ്ങയുടെ ആ തൃക്കടരണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും എനിക്ക് ഉൾക്കമലത്തിൽ ഒന്നും അറിയാൻ വയ്യല്ലോ ദയാനിധി എന്ന് പറയുമ്പോൾ ശ്രീ രാഘവൻ ഇത് കേട്ടിട്ട് ശബരിയോട് ചൊല്ലുകയാണ്, നിനക്ക് വിഷമമൊന്നും കൂടാതെ ഞാൻ പറയുന്നത് നീ കേൾക്കൂ. പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയെന്നോ ഉന്നത ജാതിയെന്നോ ഒന്നും എന്നെ ഭജിക്കുന്നതിനൊരു ഭേദമില്ല. ചണ്ടാലനോ അല്ലെങ്കിൽ ബ്രാഹ്മണനോ എന്നൊന്നും ഒരു വിഷയമില്ല. സ്ത്രീയോ പുരുഷനോ എന്നൊന്നും ഇവിടെ വ്യത്യാസമില്ല. കാരണം ഭഗവാനെ ഭജിക്കുന്നതിന് ഏക കാരണം, ഭഗവാനെ ലഭിക്കുകയും ആ കൈവല്യ പദം പ്രാപിക്കുവാനും ഏക മാർഗം എന്താണ്? ഭക്തിയാണ്. മുക്തിക്കും ഭക്തിക്കും ഇടയ്ക്ക് ജാതി ഒരു തടസ്സമല്ലെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഹരിനാമകീർത്തനത്തിലും ഭഗവാൻ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ആർക്കും ഹരിയുടെ നാമം ജപിക്കാം. അതൊന്നും അരുതാത്തതല്ല, എല്ലാവർക്കും ജപിക്കും. കാരണം എന്താണ്? എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്നത് ഹരിയാണ്. പിന്നെ ആർക്കാണ് ഹരിയെ വിവർജിക്കാൻ കഴിയുന്നത്? അത് മനുഷ്യരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അത് വൈശ്യൻ അങ്ങനെയൊക്കെ തിരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിലും ശ്രീഹരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹരിയെ ജപിക്കാം, ഹരിപാദം പോകാനുള്ള അവസരമുണ്ട്. അത് ഭക്തി കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഭഗവാൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഭക്തി സാധനം ഞാൻ പറയുകയാണ്. ഭക്തി ഉണ്ടെങ്കിൽ മാത്രം, അതായത് ക്ഷേത്രങ്ങളിൽ പോയാലും വലിയ വലിയ മഹാതീർത്ഥങ്ങളിലൊക്കെ പോയി സ്നാനാദി കർമ്മങ്ങൾ ചെയ്താലും തപസ്സനുഷ്ഠിച്ചാലും ദാനങ്ങൾ ചെയ്താലും വേദ അധ്യയനങ്ങൾ നടത്തി വലിയ വലിയ ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്താലും ക്ഷേത്രത്തിൽ പോയി ഉപവാസം അനുഷ്ഠിച്ചാലും യാഗം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്താലും വ്രതം തുടങ്ങിയവയൊക്കെ നോറ്റാലും ഒരുത്തനും എന്നെ പിടികിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നു, വലിയ വലിയ തീർത്ഥങ്ങളിൽ സ്നാനമാടിയാലും ക്ഷേത്രങ്ങളിൽ പോയി നിരന്തരം നിങ്ങൾ പൂജയും വഴിപാടും കഴിച്ചാലും എല്ലാ ഗ്രന്ഥങ്ങളും ഭഗവത് ഗ്രന്ഥങ്ങൾ അക്ഷരം പ്രതി വായിച്ചു പഠിച്ചാലും ഒന്നും, യാഗങ്ങൾ നടത്തിയാലും അതുപോലെ തന്നെ മന്ത്ര ജപ ഉച്ചാരണങ്ങളൊക്കെ നടത്തിയാലും
വേദാധ്യയനം നടത്തിയാൽ എന്ത് ചെയ്താലും നമ്മൾ ഇന്ന് ഭഗവത് സേവയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളെയും മൊത്തമായി പറയുകയാണ്. അവയെല്ലാം ചെയ്താലും ആ ചെയ്യുന്നവർക്ക് എന്നെ കിട്ടില്ല, പിന്നെന്തിനാ നമ്മളിത് ചെയ്യുന്നേ? പക്ഷെ ഭഗവാൻ പറയുന്നു, ഭക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇതൊന്നും ചെയ്യണ്ട, എന്നെ കിട്ടും. നമ്മുടെ ശബരി അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ത്രേതായുഗത്തിൽ, ഈ യുഗത്തിൽ നമുക്ക് കുറൂരമ്മയും പൂന്താനം നമ്പൂതിരിയൊക്കെ നമുക്ക് പറയാം. ശബരി എന്ന് പറയുന്നത് ഒരു ചണ്ടാല സ്ത്രീയാണ്. അവരുടെ നാവിൽ ഒരു നല്ല ഒരു ജ്ഞാനമുള്ള ഒരു പദം പോലും ഭഗവാനെ പ്രാർത്ഥിക്കാൻ കിട്ടിയിട്ടില്ല, അറിയത്തില്ല അതൊന്നും. ചണ്ടാലി എന്ന് പറഞ്ഞാൽ വനത്തിലൊക്കെ ജീവിക്കുന്ന രാക്ഷസ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യ സ്ത്രീ. ആ സ്ത്രീ മനുഷ്യയല്ല, രാക്ഷസ സ്ത്രീ. ആ സ്ത്രീക്ക് ആ കുറച്ച് ഗുരുക്കന്മാർ അവിടെ ആ ആശ്രമത്തിൽ വന്ന്, മതങ്കാശ്രമത്തിൽ ആ ഗുരുക്കന്മാരോട്, ആ താപസ ശ്രേഷ്ഠന്മാരുടെ കൂടെ കൂടിയതിലുള്ള ആ ഒരു സദ്ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭക്തി കൊണ്ടാണ് ഇവിടെ ഭഗവാനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് അശ്രു ബാഷ്പധാരയായ നേത്രങ്ങളോടുകൂടിയാണ് ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വരവേൽച്ചത്. എന്തുകൊണ്ടാണ് ഭഗവാനെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞത്? നമ്മൾ ഗുരുവായൂരപ്പനെ കാണുമ്പോഴും നമ്മൾ മറ്റു ക്ഷേത്ര സന്നിധിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത്? ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ നാം കരയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് കരയുവാണോ? അല്ല. നമ്മുടെ ദുഃഖമൊന്നും നമ്മളവിടെ ഓർക്കുകയേ ഇല്ല. ഭഗവാനെ കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു ആനന്ദ നിർവൃതിയിൽ ഭഗവാനിലേക്ക് ലയിച്ചിട്ട് നമ്മളൊരു അത്ഭുതമായ അഭൗമമായ ഒരു ലയനത്തിൽ ആത്മാരാമന്മാരെ പോലെ ആത്മാനന്ദ നിർവൃതിയിൽ ലയിച്ചിട്ട് ആ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ വാർക്കും. അത് നമുക്ക് മാത്രമല്ല, നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് നിന്നാൽ അത് ശരിക്കും മനസ്സിലാക്കാം. മറ്റുള്ളവർ തൊഴുന്നതൊന്ന് ഭഗവാനെ അങ്ങനെ തൊഴുത് ലയിച്ച് നിൽക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമുക്കപ്പോൾ ഭക്തി എത്ര കുറവാണെന്ന് തോന്നും. ആ ഭക്തരായിട്ടുള്ള മനുഷ്യരുടെ കണ്ണുനീർ വാഴുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീഴുന്നതിൻ്റെ ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അത് ഭക്തി കൊണ്ടാണ്. ഭക്തിയുള്ളവർക്ക് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട. തീർത്ഥങ്ങളാടണ്ട, തപസ്സനുഷ്ഠിക്കേണ്ട, വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ട, വേദാധ്യയനം വേണ്ട, മനനവും ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട. അവർ ഒരു കാര്യവും ചെയ്യേണ്ട. അവർക്ക് ആകെ വേണ്ടത് എന്താണ്? ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി. ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ കിട്ടുമെന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ ഭക്തി ഉണ്ടാകാൻ വേണ്ടി സജ്ജനങ്ങളുമായി സമ്മേളിക്കണം. അതുപോലെ തന്നെ എൻ്റെ കഥകളൊക്കെ കേൾക്കുക. അത് എന്നെക്കുറിച്ചുള്ള കഥകൾ ആലാപനം ചെയ്യുക. എൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനിരുന്നാൽ ഈ ജന്മം മതിയാവുമോ? ഈ ജന്മം മാക്സിമം ഒരു 85 വയസ്സ് വരെ, അല്ലെ 90 വയസ്സ് വരെ ജീവിച്ചു എന്ന് വരിക. അതിൽ 10-80 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ, നല്ല 85 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് നല്ല ബോധമൊക്കെ, നമുക്ക് ഓർമ്മയൊക്കെ ഇച്ചിരി കുറഞ്ഞു വരുമായിരിക്കും. നല്ല പവർഫുൾ അല്ല ബോഡിയെങ്കിൽ. ആ കാലഘട്ടം വരെയും നമ്മൾ ഭഗവാനെ എൻ്റെ ഗുണം ഓരോ ദിവസവും 100 ഗുണം വെച്ച് പറഞ്ഞാലും പിന്നെയും ഗുണങ്ങൾ ബാക്കി കിടക്കുക. ഈ ത്രിഗുണങ്ങൾക്ക് അതീതനായും കൊണ്ടാണ് ഗുണാതീതൻ ഭഗവാനെ പറയുന്നത്. പക്ഷെ എവിടെ നോക്കിയാലും ഭഗവാന്റെ ഗുണങ്ങളല്ലേ കാണുന്നത്. നമ്മൾ മനുഷ്യർ തന്നെ എത്ര കോടി ജനമുണ്ട് ഭൂമിയിൽ? ഒരു 600 കോടി ജനമെന്നൊരു ആവറേജ് പറഞ്ഞാൽ 600 കോടിക്ക് 600 കോടി ഗുണമാണുള്ളത്. പിന്നെ 84 ലക്ഷം യോനികളാണ് ഇവിടെ ഉള്ളത് എന്നാണ് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിൽ ഈ 84 ലക്ഷം യോനികളിൽ പല ജീവികളാണുള്ളത്. ഒരിപ്പോൾ മനുഷ്യൻ തന്നെ 600 കോടി ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ പക്ഷികൾ എത്ര കോടി കാണും? പുല്ലുകൾ എത്ര കോടി കാണും? വൃക്ഷങ്ങൾ എത്ര കോടി കാണും? ഷഡ്പദങ്ങൾ എത്ര കോടി കാണും? മഹാവൃക്ഷങ്ങൾ എത്ര കോടി കാണും? അതുപോലെ തന്നെ വനത്തിൽ ജീവിക്കുന്ന ജീവികൾ, വന്യജീവികൾ എത്ര കോടി കാണും? അവിടെ ഇവിടെ വൃക്ഷങ്ങളിലും ഇലകളുടെ അടിയിലൊക്കെ ജീവിക്കുന്ന ചെറിയ നിസാര പ്രാണികൾ എത്ര കോടി കാണും? വല്ല പിടിയുണ്ടോ നമുക്ക്? അതുപോലെ തന്നെ ഉരകങ്ങൾ എത്ര കോടി കാണും? ഉറുമ്പുകൾ എത്ര കോടി കാണും? അവയ്ക്കെല്ലാം ഗുണങ്ങളുണ്ട്. ഓരോന്നിനും മനുഷ്യർക്ക് ഒരു മനുഷ്യനെ മാതിരിയല്ല, എല്ലാവരും യുണിക് ആണെന്ന് പറയത്തില്ലേ?
ഒരു മനുഷ്യനെ മാതിരിയല്ല മറ്റൊരു മനുഷ്യൻ. നമുക്ക് കമ്പാരിസൺ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റില്ല ഒരാളും വേറൊരാളുമായിട്ട്. ഒരു വീട്ടിലുള്ള രണ്ടുപേര് ഒരു അമ്മയ്ക്കുണ്ടായ രണ്ട് മക്കളെ തമ്മിൽ സാദൃശ്യം പറയാൻ പറ്റുമോ? മുഖവും അല്ല അവരുടെ ശരീരപ്രകൃതിയൊക്കെ അച്ഛനമ്മമാരുടെ കൂടെ ഏകദേശം ഒരുപോലെ കാണുമ്പോൾ ഇത് ഇന്ന വീട്ടിലെയാണ് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അവരുടെ ഗുണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മനുഷ്യൻ തന്നെ അത്രയും ഗുണങ്ങൾ, 600 കോടിക്ക് 600 കോടി ഗുണം. അപ്പോൾ ഈ ഓരോ പറഞ്ഞ ജീവജാലങ്ങളും 1000 കോടി 500 കോടി 700 കോടി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിനെല്ലാം ഗുണങ്ങളല്ലേ, വ്യത്യസ്തമാണ്. അതിനും മനുഷ്യനെ പോലെ തന്നെ അതിനും വ്യത്യസ്തമാണ് ഗുണങ്ങൾ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി എടുത്ത് പരിശോധിക്കൂ, അല്ലെങ്കിൽ ഒരു പുല്ലുകളൊക്കെ നോക്കിക്കേ. ഒരു പുല്ലിനെ മാതിരി അതിൻ്റെ ഇലയെ പോലെ ആയിരിക്കത്തില്ല മറ്റൊരു പുല്ലിൻ്റെ ഇല, അതിൻ്റെ പൂവ്, അതിൻ്റെ ആ തണ്ടിൻ്റെ കനം. അപ്പോൾ എല്ലാറ്റിനും ഗുണമില്ലേ? അപ്പോൾ എത്ര കോടി ഗുണങ്ങളാണ് ഭഗവാനുള്ളത്. ഇതെല്ലാം സൃഷ്ടിച്ച ഭഗവാന്റെ ഗുണത്തെക്കുറിച്ച് എണ്ണാൻ നമുക്ക് വല്ലതും പറ്റുമോ? അപ്പോൾ ഭഗവാൻ പറയുന്നു എൻ്റെ ഗുണത്തെ വിശേഷിപ്പിക്കുക നിത്യവുമെന്ന്. നമ്മുടെ ഒരു ജന്മമൊന്നും പോരാ. നമുക്ക് എത്രയോ കർമ്മഫലം കൊണ്ട് എത്രയോ ജന്മം വന്നാലും ഭഗവാന്റെ ഗുണത്തെക്കുറിച്ച് വിശദീകരിക്കാനേ നേരം കാണും. വേറെ ഒരു കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എണ്ണം കണക്കില്ലാതെ മണൽത്തരികളെ എണ്ണാം, നക്ഷത്രങ്ങളെ എണ്ണാം, ഭൂമിയിലെ പൊടി പടലങ്ങളെ വരെ എണ്ണാം. എന്നാൽ ഭഗവാന്റെ ഗുണങ്ങളെ എണ്ണാൻ ഒരു മനുഷ്യർക്കും, അനന്തന്റെ നാവിന് 1000 നാവുണ്ട് അനന്തന്, നമുക്കൊരു നാവല്ലേ ഉള്ളൂ. ആ 1000 നാവുള്ള അനന്തന് പോലും കഴിയില്ല. അത്രയ്ക്കും ഗുണങ്ങൾ നിറഞ്ഞാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഗുണത്തെ വിശേഷിപ്പിക്കുക. നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്തുണ്ട് ഭഗവാന്റെ ഗുണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് നാമൊക്കെ ജപിക്കുമ്പോൾ ഇതായിരിക്കും ഭഗവാന് വേണ്ടത്, ഇതിലൊക്കെ ഭഗവാന്റെ ഗുണമുണ്ട് എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അല്ല, ഇവിടെ കാണുന്നതെല്ലാം ഭഗവാന്റെ ഭൂതങ്ങൾ, ഭഗവാൻ തന്നെയാണ്. വിഭൂതികളാണ് ഈ കാണുന്നതെല്ലാം. ആ വിഭൂതികളെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഏത് ഗുണത്തെക്കുറിച്ച് നമ്മൾ എത്രയോ ഗുണങ്ങളാണ് ഭഗവാന്. ഒരു ജന്മം മുഴുവൻ എടുത്താലും ആ ഗുണമൊന്നും തിരിച്ചില്ല. എത്ര ജന്മം കഴിഞ്ഞാലും ഭഗവാന്റെ ഗുണങ്ങൾ എണ്ണി പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം പ്രകീർത്തിക്കണം. നല്ല ഉപാസനകൾ വേണം, നല്ല ശീലങ്ങൾ വേണം, പുണ്യമായ ശീലങ്ങളൊക്കെ വേണം, യമ നിയമാദികൾ വേണം. മുൻപൊരു വീഡിയോ ഞാൻ യമ നിയമാദികളെ കുറിച്ച് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ആ യമം നിയമാദികളെ ഒക്കെ വേണം. സത്യം, ശുദ്ധി, ദയ, തപസ്സൊക്കെ വേണം. പിന്നെയോ എല്ലാ ദിവസവും മുട്ടാതെ എന്നെ പൂജിക്കുമാറാകണം. മന്ത്രോപാസകത്വത്തോടെ എന്നും ജീവിക്കണം. മന്ത്ര ഉപാസനയോടുകൂടി ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് എന്നെ പൂജിക്കണം. പിന്നെയോ സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും വേണം. എല്ലാ ഭൂതങ്ങളും ചുറ്റിലും കാണുന്നതെല്ലാം എൻ്റെ വിഭൂതികളാണെന്നറിഞ്ഞ് എല്ലാറ്റിനെയും സമഭാവനയോടെ കാണാൻ കഴിയണം. അതാണ് ഇത്തിരി പ്രയാസമുള്ള കാര്യം. ഇത് കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് ചിന്തിക്കാൻ നോക്കുമ്പോൾ നമ്മൾ നിസ്സംഗികളായി പോവും, ഒന്നിനോടും പ്രതികരിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലേ എന്നെ കിട്ടൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് ഭക്തി, യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞ്. ഈ പറഞ്ഞ കാര്യങ്ങളിലെങ്ങും നമ്മൾ വ്യാപരിക്കുന്നില്ല. വേണ്ട, വ്യാപരിക്കണ്ട, നമുക്കതിനൊന്നും പറ്റുന്നില്ല. ഭക്തി മാത്രം മതി. ആ ഭക്തിയുടെ പാരമ്യത്തിലാണ് ഈ അവസാനം പറഞ്ഞ കാര്യം. എല്ലാ വിഭൂതികളും എൻ്റെതാണെന്ന്, ഇവിടെ കാണുന്ന സർവഭൂതങ്ങളിലും ഞാൻ ഭഗവാൻ ഉണ്ടെന്നുള്ള തോന്നൽ, എന്നുള്ള തിരിച്ചറിവ്, അനുഭവം വരണം. അതാണ് ശുഗബ്രഹ്മർഷിയെ വ്യാസമഹർഷി ശുഗബ്രഹ്മർഷി അച്ഛനെ വിട്ട് ഇങ്ങനെ പോകുമ്പോൾ, അവധൂതനായി ഇങ്ങനെ പോകുമ്പോൾ, മോനെ എന്ന് വിളിക്കുമ്പോൾ, ആ അച്ഛൻ മോനെ എന്ന് വിളിക്കുമ്പോൾ അതിന് വിളി കേട്ടത് വൃക്ഷലതാദികളും പ്രകൃതിയുമൊക്കെയാണെന്ന്. അതിന് അച്ഛനോട് തിരിച്ച് എന്തോന്ന് വിളി കേട്ടത്. കാരണം എന്താണ്? എല്ലാ വിഭൂതികളും, ഭഗവാന്റെ വിഭൂതികളിലെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള ആ ബ്രഹ്മസത്യം തിരിച്ചറിഞ്ഞ ആളാണ് ശ്രീശുക ബ്രഹ്മർഷി, നമുക്ക് ഭാഗവതം ഉപദേശിച്ചു തന്ന ആള്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനാണ് ആ വിളി കേട്ടത്, അല്ലാതെ അദ്ദേഹമല്ല. കാരണം എല്ലാറ്റിലും ആ ഒരു ബ്രഹ്മജ്ഞാനം ജനനത്തിൽ തന്നെ ഉള്ള ആളിൻ്റെ ആ അവസ്ഥയൊന്ന് ആലോചിക്കൂ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിൽ, മുക്തിക്ക് ഏറ്റവും, പിന്നെ അടുത്ത സ്റ്റെപ്പ് മുക്തി ലഭിക്കുക എന്നുള്ളതാണ്. അത്രയും ശ്രേഷ്ഠമായ ഭക്തി വേണം. ഇവിടെ ശബരിക്ക് അതുണ്ട്, അതാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ സർവബാഹ്യാർത്ഥ കാര്യങ്ങളിലെല്ലാം വൈരാഗ്യം ഭവിക്കണം. എല്ലാറ്റിനോടും ഒന്നും വേണ്ട, എല്ലാറ്റിനോടും ഒരു വൈരാഗ്യാവസ്ഥ
ഒരു വിരക്തിയുള്ള അവസ്ഥ. ആ അവസ്ഥയൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതിൻ്റെ വല്ല എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ആലോചിക്കണം. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും സർവ്വലോകങ്ങളിലും ഞാനെന്ന് എപ്പോഴും ഓർക്കണം. എൻ്റെ വിചാരം എപ്പോഴും ഉണ്ടാകണം. ചിത്തശുദ്ധി മൂലം വളരെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിത്തം വളരെ ശുദ്ധമായി തീരും. ചിത്തശുദ്ധി അത് ഒരുപാട് വലിയ സ്റ്റെപ്പുകളിലൂടെ കടന്നു വരുമ്പോഴേ ആ ചിത്തശുദ്ധി, എൻ്റെ മനസ്സ് ശുദ്ധമാണ്, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എനിക്ക് ഒരു പ്രതികാരവും ആരോടും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മായയിലൊക്കെ വീണു പോകും. മായയാൽ ആയകരുത് തന്നെ ആയതിനായിതാ ആയിഹ തുഭ്യം നമോ നമ. മായ മോഹങ്ങൾ ഉണ്ടാകരുതിനി ആയതിനായിഹ തുഭ്യം നമോ നമ എന്ന് ഈ രാമായണം വായിച്ച ഏതോ ഭാഗത്ത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നമ്മൾ വായിച്ചു വന്ന ഏതോ ഭാഗത്തുണ്ട്. അത് ലക്ഷ്മണകുമാരനോ ഭരതകുമാരനോ ആരോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നാൽ ഈ വരികൾ എൻ്റെ മനസ്സിലിങ്ങനെ തറഞ്ഞിരിപ്പുണ്ട്. മായ മോഹങ്ങൾ ഇനി ഉണ്ടാകരുതായതിനായിഹ തുഭ്യം നമോ നമ എന്ന്. അപ്പോൾ ആ രണ്ടു വരി, ഈ രാമായണത്തിൽ നിന്ന് കിട്ടുന്ന ആ രണ്ടു വരിയെങ്കിലും നമ്മൾ നിരന്തരം മനസ്സിൽ ഇങ്ങനെ കരുതുക, മനനം ചെയ്താൽ തന്നെ മായാമോഹങ്ങൾ നമ്മെ വിട്ടുപോകും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ ഏതായാലും പറഞ്ഞതല്ലേ. മായ മോഹങ്ങൾ ഇനി ഉണ്ടാകരുതായതിനായിഹ തുഭ്യം നമോ നമ. രാമായണത്തിലെ വരികളാണ്. അപ്പോൾ അങ്ങനെ ശബരിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിയോട് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ നീ ചണ്ടാലിയാണോ, അല്ലെ പണ്ഡിതയാണോ, ബ്രാഹ്മണ സ്ത്രീയാണോ എന്നൊന്നും എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു വിഷയവും ഇല്ല. കാരണം ഭഗവാനെ എന്നെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭക്തി മാത്രം മതി. അപ്പോൾ ചോദിക്കുന്നു, അങ്ങനെ ഭക്തി ഇനിയും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയായ സീതാദേവിയെ കുറിച്ച്, ആ ജാനകി ദേവിയുടെ എവിടെയുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ ശബരി പറയുകയാണ്, ഞാൻ എന്തിനാണ് അങ്ങയോട് നിന്തിരിവടിയായ സർവജ്ഞാനവും ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് എവിടെയാണ് ദേവി എന്ന് ഭഗവാൻ എന്നോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ്? എങ്കിലും ഭഗവാൻ ചോദിച്ചതിൽ, എല്ലാം അറിയുന്ന ഭഗവാൻ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, എന്താണ്, ഇനിയും ലങ്കയിൽ, അതായത് സീതാദേവി ലങ്കാപുരത്തിൽ വാഴുന്നു. പിന്നെയോ വളരെ ദുഃഖത്തോടുകൂടി വാഴുകയാണ്. ദശകണ്ഠനാണ് കൊണ്ടുപോയത്. ഇനി നമ്മൾ കാണുന്ന ഇതിന് മുൻപിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പമ്പാ നദിയെ കാണാം. അതിൻ്റെ പുരോഭാഗത്ത് ഉള്ള ഒരു പർവ്വതമുണ്ട്. അത് ഋഷ്യമൂകാചലമാണ്. അവിടെ സുഗ്രീവൻ എന്ന കപിശ്രേഷ്ഠൻ, വാനരശ്രേഷ്ഠൻ 4 മന്ത്രികളോടുകൂടെ താമസിക്കുകയാണ്. മാർത്താണ്ഡന്റെ, അതായത് സൂര്യഭഗവാന്റെ മകനാണ്. ബാലിയെ പേടിച്ച്, തന്റെ സഹോദരനായ ബാലിയെ പേടിച്ച് സങ്കേതമായിട്ടിരിക്കുന്നത് ഈ ഋഷ്യമൂകാചലത്തിലാണ്. ഒരു മുനിയുടെ ശാപം കാരണം ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ ചെല്ലാൻ പറ്റില്ല. ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഋഷി ശപിക്കുന്നതാണ്. അങ്ങനെ ആ ഭാഗം വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അത് കാരണം ഈ ഋഷ്യമൂകാചലത്തിൽ ബാലി, സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠനും 4 അമാത്യന്മാരുമായി അവിടെ കഴിയുന്നു. അവരോട് ചെന്ന് ആ സുഗ്രീവനോട് സഖ്യം ചെയ്തു കൊണ്ടുകഴിഞ്ഞാൽ അങ്ങയുടെ എല്ലാ ദുഃഖങ്ങളും തീർന്ന് അങ്ങയുടെ സീതാദേവിയെ തിരിച്ചെടുക്കുന്ന കാര്യവും സാധിക്കാം. ഇനി ഞാൻ അഗ്നിപ്രവേശനം ചെയ്യുകയാണ്. അങ്ങ് അല്പനേരം കൂടി ഇവിടെ തുടരൂ. അതിന് ഒരു മുഹൂർത്തം മാത്രം കൂടി നിൽക്കുക. ഭഗവാനെ തന്നെ ഞാൻ മനസ്സിൽ ധ്യാനിച്ച് അങ്ങയെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം അഗ്നിക്കിരയാക്കിയതിന് ശേഷം എനിക്ക് ദേഹത്യാഗവും ചെയ്ത് എനിക്ക് മുക്തിയും സിദ്ധിച്ചെന്നെ തന്ന് എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ശബരിക്ക് മുക്തി കൊടുത്തു ഭക്തവത്സലൻ. അങ്ങനെ പ്രസാദിച്ച്, അപ്പോൾ മുക്തി എന്ന് പറയുന്നത് ഏത് നീചജാതിക്കും
നീച്ച ജാതി ഉയർന്ന ജാതി എന്നൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഭക്തിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം. അതുകൊണ്ടല്ലേ ആ ചണ്ടാലയായ ശബരി പോലും മുക്തി സിദ്ധിക്കുവാൻ കാരണമായത്. ഈ ശബരി എന്ന് പറയുന്നത് ഒരു ഗന്ധർവ സ്ത്രീയായിരുന്നു. ആ സ്ത്രീ വീതിഹോത്രൻ എന്ന് പറയുന്ന ഒരു സുന്ദരനായ ഗന്ധർവനെയാണ്, മാലിനി എന്നായിരുന്നു അന്ന് ഈ ശബരിയുടെ പേര്, ഗന്ധർവ സ്ത്രീയായിട്ടിരുന്ന സമയത്ത്. ഈ ഗന്ധർവ സ്ത്രീ വളരെ സുന്ദരിയും യൗവനയുക്തയും വളരെ പുരുഷന്റെ ഭർത്താവിനോട് വളരെ അനുരാഗമെല്ലാമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവരുടെ യൗവനകാലം. ആ സമയത്ത് ഈ വീതിഹോത്രൻ എന്ന് പറയുന്ന ഗന്ധർവൻ മറ്റ് ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോട് കഴിഞ്ഞത് കാരണം ഈ സ്ത്രീയുടെ ആ ഭൗതികമായുള്ള കാമമോഹങ്ങളെ ഒന്നും തീർത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ മാലിനി എന്ന ഗന്ധർവ സ്ത്രീ കൽമാക്ഷൻ എന്ന് പറയുന്ന ഒരു കിരാതനുമായിട്ട് കൂട്ടുകൂടി. അങ്ങനെ അതൊരു കിരാത വംശത്തിലെ ഒരു താണ വംശത്തിലെ ഒരു പുരുഷനായിരുന്നു. അയാളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവിഹിതമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അടുപ്പവും ഒക്കെ ഈ വീതിഹോത്രൻ എന്ന് പറയുന്ന ഗന്ധർവൻ കാണുകയും അദ്ദേഹം തപശക്തിയൊക്കെ ഉള്ള ആളായിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനല്ല, ഗന്ധർവനായിരുന്നു. അദ്ദേഹം ഈ സ്ത്രീയെ ശപിക്കുകയാണ്, ഭാര്യയെ. ഇങ്ങനെ ഗന്ധർവ സ്ത്രീ ആയിരുന്നിട്ടും തൻ്റെ ആ പദവിയിൽ, തൻ്റെ ആ ശ്രേഷ്ഠതയിൽ നിന്നും വെറും ശാരീരിക സുഖത്തിന് വേണ്ടി ഒരു താഴ്ന്ന ഒരു ചണ്ടാലന്റെ, ഒരു കിരാതന്റെ കൂടെ പോയി അങ്ങനെ ജീവിച്ചത് കൊണ്ട് നീ ഒരു ചണ്ടാലിയായി, ഒരു കിരാത വംശക്കാരിയായി മാറട്ടെ എന്ന് ശപിക്കുന്നു. അങ്ങനെ ആ ചണ്ടാലിയായിട്ട് നടക്കുന്ന ആ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ശാപം കിട്ടി മാറിയ ആ സ്ത്രീയാണ് മതംഗ ആശ്രമത്തിലെത്തുകയും പിന്നീട് അവിടെ ഇങ്ങനെ ചണ്ടാലിയായിട്ട് നടന്നപ്പോൾ മതംഗ ആശ്രമത്തിലെ മുനിശ്രേഷ്ഠന്മാരുടെ പരിചാരികയായി മാറി അവരിൽ നിന്ന് ബ്രഹ്മത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം അവിടെ വന്നതിന് ശേഷം അവരിട്ട പേരാണ് ശബരി എന്ന്. അങ്ങനെ ആ പേരിലാണ് പിന്നീട് ആ പേര് സ്വീകരിച്ചുകൊണ്ട് അവിടെ ജീവിച്ച് ആ മുനിമാരുടെ അനുഗ്രഹത്തോടെയാണ് സാക്ഷാൽ ശ്രീ ഭഗവാനെ നേരിൽ കാണുകയും ദേഹത്യാഗം ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ആരണ്യകാന്ഡം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ശബരിക്ക് മുക്തി ലഭിച്ചു, ആത്മസാക്ഷാത്കാരം ലഭിച്ചു. നമ്മൾ രാമായണം വായിച്ചു വരുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ മനഃശുദ്ധി ഉണ്ടാകണം, യമനിയമാദികൾ നമ്മൾ പാലിക്കണം. അങ്ങനെ ഓരോ വേണ്ടാത്ത ഓരോരോ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ അറുത്തറുത്ത് കളഞ്ഞ് നമ്മൾ ശുദ്ധാത്മാക്കളായി മാറുമ്പോഴാണ് ഈ ശബരിക്ക് കിട്ടിയ മോക്ഷം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നത്. രാമായണം വായിച്ചു തീർത്തു എന്ന് ഒരു നിർവൃതി കൊണ്ടാൽ പോരാ. അതിൻ്റെ ആത്മതത്വം അറിഞ്ഞിട്ട് ആത്മസാക്ഷാത്കാരം നേടുവാൻ വേണ്ടി ഭൗതികമായ അത്യാഗ്രഹങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിനെ വേർതിരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു വഴിയിലൂടെ, അനേകര് കിടന്ന് ബഹളം വയ്ക്കുന്ന വഴിയിലൂടെ അല്ലാതെ ഭഗവാനുമായിട്ടുള്ള ഏകാന്ത പാതയിലൂടെ സഞ്ചരിക്കുവാൻ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് രാമായണം കൊണ്ട് സാധ്യമാക്കേണ്ടത്. അങ്ങനെ ശബരിക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ. ഇത് അങ്ങനെ ശ്രീരാമ കഥാമൃതം ശ്രീ രുദ്രാണിയായ രുദ്രന്റെ ഭാര്യയായ പാർവതി ദേവി പരമശിവനോട് ചോദിച്ചിട്ട് പരമശിവൻ ഈ കഥ ഇങ്ങനെ രാമചരിതാമൃതം പറഞ്ഞു കൊടുത്ത് ഭഗവതി ആത്മസാക്ഷാത്കാരത്തെ, ആ പരമാനന്ദത്തെ പൂണ്ടി ലയിച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെയാണ് ബാലിസുഗ്രീവന്മാരുടെ യുദ്ധം. അതുപോലെ തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയെ കാണാൻ കഴിയും. ഉടനെ തന്നെ ഹനുമൽ സമാഗമമാണ് ഉടനെ വരാൻ പോകുന്നത്. അങ്ങനെ സീതാന്വേഷണം മുന്നോട്ട് പോകുന്നു. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സമാധാനത്തിൻ്റെ ഒരു സന്ധിയിലേക്കാണ് കടക്കുന്നത്.
ദുഃഖത്തിൻ്റെ ആ ഒരു ആരണ്യകാന്ഡം മുഴുവൻ കഷ്ടപ്പാടും ദുഃഖവും വിരഹവും വേദനകളും ഒക്കെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പ്രത്യാശയുടെ കിരണങ്ങളുമായി സുഗ്രീവ സഖ്യവും ഹനുമാൻ സ്വാമിയും ഭക്തിയുടെ അവാച്യമായിട്ടുള്ള മേഖലകളായ ആ ഹനുമാൻ സ്വാമിയുടെ ഭക്തിയും ഇനി മുന്നോട്ടുള്ള ആ നഷ്ടപ്പെട്ട ദേവിയെ പ്രകൃതിയെ വീണ്ടെടുക്കുവാനുള്ള പുരുഷന്റെ യാത്രയാണ്. അതായത് പ്രകൃതി പുരുഷ സംഗമത്തിന് ഇനി അല്പം സമയം കൂടിയേ ബാക്കിയുള്ളൂ. നമുക്കപ്പോൾ അടുത്ത ഭാഗം, അതായത് 16ാമത്തെ ഭാഗമായ അടുത്ത ഭാഗത്തിൽ കിഷ്കിന്ധാകാന്ഡം വിവരിക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത